നമസ്കാരം. കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാവുന്ന പത്തിലത്തോരൻ അഥവാ പത്തില ഉപ്പേരിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കാവുന്ന ചെടികളുടെ ഇലകളും അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ തകരയില നല്ലൊരു റെസ്പിറേറ്ററി കംപ്ലയിൻസിന് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. അത് ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലും, അതുപോലെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്നതും സോറിയസിസ് പോലുള്ള സ്കിൻ ഡിസീസുകൾക്കും ഉപയോഗിക്കാം. നല്ല രീതിയിൽ കോൺസ്റ്റിപ്പേഷനെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു, നല്ല ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അലർജിക്ക് നല്ല ഒരു മരുന്നാണ് തകര. പിന്നെ തഴുതാമ നല്ലൊരു ഡയൂറിറ്റിക്കാണ്. നന്നായി യൂറിൻ ഔട്ട്പുട്ട് നന്നായി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള നീർക്കെട്ടുകളെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തഴുതാമ. നല്ലൊരു കിഡ്നി ഫംഗ്ഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്, നല്ലൊരു ലിവർ പ്രൊട്ടക്റ്റീവാണ്, ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു മരുന്നാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ചെടികളുടെ ഇലകൾക്കെല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ B9 എന്നിവ. അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള മറ്റ് മിനറൽസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാൽഷ്യം, പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം എന്നിവയൊക്കെയാണ്. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ ബീറ്റ കരോട്ടിനാണ്. അതുകൊണ്ട് തന്നെ ഐയുടെ ഹെൽത്തിന്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്യാനും സെൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനുമെല്ലാം അത് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അത് നല്ലൊരു വൂണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ നമ്മൾ ആ വയറിനകത്തുള്ള ചെറിയ ഗ്യാസ്ട്രിക് മ്യൂക്കോസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾ, ഗ്യാസ്ട്രിക് അൾസേഴ്സ്, അതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങാൻ ഈ പറയുന്ന ഇലക്കറികൾ കഴിച്ചാൽ സഹായിക്കുമെന്നുള്ളത് ഈ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ വൈറ്റമിൻ B9 ഉണ്ട്, അതിനകത്ത് ഫോളിക് ആസിഡ് ആണ്. കാൽഷ്യം എന്ന് പറയുന്ന മിനറൽ ഉള്ളത് കൊണ്ട് ബോണ്ട് ഹെൽത്തിനും അതുപോലെ തന്നെ ടീത്തിൻ്റെ ഹെൽത്തിനുമൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ മഗ്നീഷ്യം ഉള്ളത് കൊണ്ട് നെർവ്സിൻ്റെയും മസിൽസിൻ്റെയും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെയും ഫംഗ്ഷനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ് മഗ്നീഷ്യം. അതുപോലെ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് BP നന്നായി നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതുപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു കൂട്ടാണ് പത്തിലത്തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിലും നമ്മുടെ കാർഷിക സംസ്കാരത്തിലൊക്കെ നന്നായിട്ട് പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു മരുന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ജങ്ക് ഫുഡ്സും ലേറ്റ് ഫുഡ്സൊക്കെ ഒഴിവാക്കി പതുക്കെ ഈ രീതിയിലുള്ള ഭക്ഷണ രീതിയിലോട്ട് കടന്നാൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അന്യുള്ള കാലം ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു.